ബലിപെരുന്നാൾ ആഘോഷത്തിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. 4000 വർഷം പഴക്കമുള്ള ത്യാഗോജ്വലമായ ചരിത്ര സംഭവത്തിന് വേദിയായത് മക്കയിലെ മിനയാണ്. ഹജ്ജ് കർമ്മങ്ങൾ പുരോഗമിക്കുമ്പോൾ ആ സംഭവം നടന്ന മിനായിൽ നിന്ന് ചരിത്രം ഓർത്തെടുക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി ജലീൽ കണ്ണമംഗലം. ഇസ്ലാം മത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ബലിപെരുന്നാൾ ആഘോഷത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആ ചരിത്ര സംഭവത്തിന് വേദിയായ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. മക്കയിലെ മിനയിലെ ജംറ. 4000 വർഷങ്ങൾ പിന്നിലേക്ക് പോകണം ഈ ചരിത്രം അറിയാൻ. പ്രവാചകനായ ഇബ്രാഹിം നബി അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ നബിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് ഈ ബലിപെരുന്നാളിന് പിന്നിലുള്ളത്. ഇബ്രാഹിം നബി തനിക്ക് ആറ്റുനോറ്റി കിട്ടിയ, ഏറെ കാലത്തിന് ശേഷം കിട്ടിയ മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി അറുക്കാൻ തയ്യാറാകുന്നു. ബലി നൽകാനായി മക്കയിൽ നിന്നും ഇസ്മായിലിനെയും കൊണ്ട് ഇബ്രാഹിം നബി മക്കയിൽ നിന്നും മിനയിലേക്കാണ് വരുന്നത്. അതായത് ഈ സ്ഥലത്തേക്ക് ബലി നൽകാൻ വരുമ്പോൾ ഈ സ്ഥലത്ത് വെച്ച് ജംറ പാലത്ത് ഈ ജംറയ്ക്ക് സമീപത്ത് വെച്ച് ഇബ്ലീസ്, അതായത് പിശാച്, ഇബ്രാഹിം നബിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന പിശാച്ചിനെ ഇബ്രാഹിം നബി കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ 3 സ്ഥലത്ത് വെച്ച്, അതായത് ഇതാണ് ജംറത്തുൽ അഖബ, ഇവിടെ വെച്ചും ജംറത്തുൽ ഉസ്ത എന്ന രണ്ടാമത്തെ ജംറയിൽ വെച്ചും ആദ്യത്തെ ജംറയായ ജംറത്തുൽ ഊല, ഇങ്ങനെ 3 ജംറകളുടെ സമീപത്ത് വെച്ചും പിശാച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇബ്രാഹിം നബി എറിഞ്ഞു ഓടിക്കുന്നു. ഈ എറിഞ്ഞു ഓടിച്ചതിനെ സ്മരിച്ചുകൊണ്ടാണ് ഹജ്ജ് തീർത്ഥാടകർ ഹജ്ജ് വേളയിൽ കല്ലേർ കർമ്മം ഈ സ്ഥലങ്ങളിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇബ്രാഹിം നബി കുറച്ചുകൂടി മുന്നോട്ട് പോയതിന് ശേഷമാണ് മകൻ ഇസ്മായിലിനെ ബലിയറുക്കാനായി കിടത്തുന്നത്. ഇബ്രാഹിം നബിയുടെ ത്യാഗ സന്നദ്ധത തിരിച്ചറിഞ്ഞ അള്ളാഹു ഇസ്മായിൽ നബിക്ക് പകരം ബലി നൽകാനായി മാലാഖ വഴി ഒരു ആടിനെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ആടിനെ ബലി നൽകിക്കൊണ്ടാണ് ഇബ്രാഹിം നബി അവിടെ നിന്ന് പിന്തിരിയുന്നത്. ഈ ആടിനെ അറുത്ത ഈ ബലി നൽകുന്നതിനെ സ്മരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബലി അറുക്കുന്നതും ലോകം മുസ്ലിങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നതും. ഹജ്ജിന്റെ ഭാഗമായി 4 ദിവസമാണ് തീർത്ഥാടകർ മീനായിലെ ജംറകളിൽ കല്ലേർ കർമ്മം നിർവഹിക്കുന്നത്. മീനായിലെ ജംറയ്ക്ക് സമീപത്തു നിന്നും ജലീൽ കണ്ണമംഗലം, 24.